എറണാകുളം കത്രിക്കടവിൽ റോഡ് പൊളിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലതവണ ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയിട്ടും റോഡിന്റെ ദുരവസ്ഥയിൽ മാറ്റമില്ല. റോഡിൽ അപകടങ്ങളും പതിവാണ്. തമ്മനം ഭാഗത്തേക്ക് പോകുന്ന തിരക്കുള്ള റോഡിലാണ് ഈ അവസ്ഥ. ആ സ്ഥലത്ത് നിന്ന് നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, മാസങ്ങളും ദിവസങ്ങളും ഒക്കെയായ കുഴികൾ മാത്രമല്ല, വർഷങ്ങളായി കിടക്കുന്ന കുഴികളുണ്ട്. അതിന്റെ എണ്ണം എടുക്കാൻ നിന്നാൽ തീരില്ല അല്ലേ? തീർച്ചയായും റോഷിനി, മാസങ്ങളായും വർഷങ്ങളായും ഇങ്ങനെ കിടക്കുന്ന റോഡുകൾ നിരവധിയുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ തരത്തിൽ ഇതുപോലെ കിടക്കുന്ന റോഡുകളുണ്ട്, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ. പക്ഷേ ഇത്ര കാലം അധികം കിടന്നൊരു റോഡ്, അത് ഒരു പണിയും നടക്കാത്തൊരു റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു റോഡില്ല എന്ന് തന്നെ പറയാം. വളരെ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ റോഡ് തകർന്നു കിടക്കുന്നത്. പക്ഷേ അത് വലിയ തോതിലുള്ള അപകടങ്ങൾക്കും അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾക്ക് ഉണ്ടാകുന്നതിനുമൊക്കെ ഈ റോഡ് കാരണമാകുന്നുണ്ട്. ഒരു വർഷം മുൻപ് നമ്മൾ തന്നെ ഈ റോഡിനെ പറ്റി വാർത്ത ചെയ്തിരുന്നതാണ്. അന്ന് ഇതിൽ ഒരു നടപടിയുമായില്ല. ഈ ആളുകൾ തന്നെ പലതവണ, ഇവിടെ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ പലതവണ ജനപ്രതിനിധികൾക്കും മറ്റും പരാതികൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ റോഡിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കാം. ഈ വാഹനങ്ങൾ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട്, അവധി ദിവസമായതുകൊണ്ട് അധികം വാഹനങ്ങൾ പോകുന്നില്ല. പക്ഷേ തിരക്കുള്ള സമയങ്ങൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ട് ഓഫീസ് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വലിയ തിരക്കും വലിയ ബ്ലോക്കുമാണ് ഉണ്ടാകാറുള്ളത്. ഇതുപോലത്തെ റോഡുകളിൽ പോകുന്നതുകൊണ്ട് വാഹനങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപകടങ്ങളും സ്ഥിരമായി നടക്കാറുള്ള ഒരു റോഡാണ്. നമ്മൾ ഈ റോഡിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ കാണുന്നവർ ഒരുപക്ഷെ ചോദിക്കും, ഇവന്മാരെന്തിനാ ഈ റോഡിന്റെ നടുക്ക് കയറിയിരിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വളരെ സുരക്ഷിതമായി റോഡിന്റെ നടുക്ക് നിൽക്കാം. കാരണം ഈ റോഡിന്റെ നടുക്കൂടെ വാഹനങ്ങൾ പോകില്ല. സൈഡിൽ പൊട്ടിപ്പൊളിയാതെ കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ അതുവഴി മാത്രമാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. നമുക്ക് ഈ സമീപ പ്രദേശം, അതായത് ഈ കുഴിയുള്ള ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീടിന് സമീപം തന്നെയുള്ള ഒരു വീട്ടിലെ ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരും. ചേട്ടാ, അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ റോഡ്, ഇപ്പോൾ ഒരു വർഷത്തിലധികമായി ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുവാണ്. അപ്പം എന്താണ്? ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഒരു വർഷമായിട്ട് ഈ കുഴി ഇതുപോലെയാണുള്ളത്. ഇത് ഒരു രണ്ട് ദിവസത്തേക്ക് വന്ന് മെറ്റലിട്ടിട്ട് പോവും. വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ഈ കുഴി കാരണം നല്ല രീതിയിൽ പൊടി വീടിൻ്റെ അകത്ത് അനുഭവപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കൺസേൺഡ് ആൾക്കാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ. പ്രവൃത്തി ദിവസമാണെങ്കിൽ വലിയ ബ്ലോക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ ബ്ലോക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും ട്രാഫിക് ഉള്ള വഴിയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ്. ഈ നാട്ടുകാർ പലതവണ ഇതുപോലെ പല ജനപ്രതിനിധികൾക്കും MLA അടക്കമുള്ളവർക്കൊക്കെ ഇവിടെയുള്ള ആളുകളും ഈ കട ഉടമസ്ഥരും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ റോഡിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താനായില്ല. ഇത് തൊട്ടടുത്ത് തന്നെയുള്ള പൈപ്പ് ലൈൻ റോഡും ഒക്കെ ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ അവിടെ നിരന്തരമായി ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് MLA നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് പൈപ്പ് ലൈനിന് വേണ്ടി പണി നടക്കാനുള്ളത് കൊണ്ട് ശരിയാക്കുന്നില്ല, അത് പൈപ്പ് ലൈനിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമാണ് അത് ശരിയാക്കുക എന്നാണ്. പക്ഷേ പൈപ്പ് ലൈനിന്റെ പണി എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും ഒരു ഉറപ്പില്ല. ഇതിപ്പോൾ ഈ സൈഡിൽ കൂടി ഈ റോഡ് പൊളിയാതെ കിടക്കുന്ന ഒരു ചെറിയ ഭാഗത്തുകൂടി മാത്രമാണ് നിലവിൽ വണ്ടി പോവുക. കാരണം ഇതുവഴി വണ്ടി സാധാരണ കാറുകൾക്കൊന്നും പോകാൻ പറ്റില്ല. ഓഫ് റോഡ് പോലുള്ള ബൈക്കുകൾക്ക് മാത്രമാണ് ഇത് നടുക്കൂടെ പോകാൻ പറ്റുക. അവിടെ പോകുമ്പോൾ തന്നെ വാഹനങ്ങൾക്ക് വലിയ തോതിൽ അതിന്റെ ആക്സസറീസും മറ്റും വലിയ കേടുപാടുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ പതിവാണ്. വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നു. ഈ പൊടിയും മറ്റും കടകളിലേക്കും വീടുകളിലും ഒക്കെ അടിച്ചു കയറുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വലിയ ദുരിതമാണ് ഈ വാഹന യാത്രക്കാരും ഒപ്പം ഇതിന് സമീപ പ്രദേശത്തുള്ളവരും അനുഭവിക്കുന്നത്. റോഷിനി, ശരി. നിതിൻ സേവ്യറാണ് ആ കുഴികളിൽ നിന്ന് വിവരം നൽകിയത്.